കോഴിക്കോട് താമരശ്ശേരിയിൽ സ്ത്രീകൾ നടത്തുന്ന കട എറിഞ്ഞു തകർത്തു. ലൈഫ് കഫേ എന്ന ഫുൾബാറാണ് തകർത്തത്. ജീവനക്കാർ രാവിലെ കട തുറക്കുമ്പോഴായിരുന്നു ആക്രമണം. കടയിലെ ഫ്രിഡ്ജും ചില്ലലമാരിയും ഷോക്കേസും എന്നിവയെല്ലാം എറിഞ്ഞു തകർത്തിരിക്കുകയാണ്. മുൻപ് കട നടത്തിയിരുന്ന നാസറിനോടുള്ള വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. ഞാൻ ഒരാഴ്ചയായിട്ട് ഇവിടെ കട തുടങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ പണിക്കാരനെ നിർത്തിയതായിരുന്നു. രാവിലെ വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു ആള് പിന്നെ പഴയ പ്രശ്നം കാരനാണ് പ്രശ്നങ്ങൾ പറയുന്നത്, എന്താ നമുക്കറിയില്ല. അപ്പോൾ ഞാനിപ്പോ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട തുടങ്ങിയത്. ഇതൊക്കെ അടിച്ച് പൊട്ടിച്ച് നാശമാക്കി ഇട്ടിരുന്നത് അയാള്. ഞാൻ വന്നപ്പോ അയാൾ ഇവിടെ ഉണ്ട്. എന്താ പ്രശ്നം നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ കടയിൽ വിവരങ്ങളുമായി ഷഹദ്, ആരാണ് ഈ അക്രമി? അയാളെ ദൃശ്യത്തിൽ വളരെ വ്യക്തമായി കാണാം. തീർച്ചയായും. അതായത് ഈ നാട്ടുകാരൻ തന്നെയാണ്. അവിടെ നേരത്തെ കട നടത്തിയിരുന്ന വ്യക്തിയോട് ഇയാൾക്കൊരു വ്യക്തി വൈരാഗ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട നേരത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. കാരണം ഈ കടയ്ക്ക് മുന്നിൽ നിന്ന് ഒരു സ്വർണ്ണമാല വീണ് കിട്ടുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളാണ് ഇപ്പോൾ ഈ വൈരാഗ്യത്തിലേക്ക് പോവുകയും ഇപ്പോൾ ഇതിനു മുൻപ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കട നടത്തുന്നത് ഒരു സ്ത്രീയാണ്. മിനി എന്നാണ് ആ സ്ത്രീയുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവർ കട നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മുൻ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ കട എറിഞ്ഞു തകർക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് പോലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ അകലെ മാത്രമാണ് ഈ താമരശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഈ കട പ്രവർത്തിക്കുന്നത്. ആ കടയാണ് എറിഞ്ഞു തകർത്തിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ചില്ല അലമാര, അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നടപടി വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.